RSSന്റെ അജണ്ട ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ RSSന്റെ 100ാം വാർഷികം സെപ്റ്റംബറിൽ ആഘോഷിക്കാൻ പോവുകയാണവർ. അപ്പോൾ കശ്മീരിന്റെ 370ാം അനുച്ഛേദം എടുത്തു കളഞ്ഞതാകട്ടെ, പൗരത്വ നിയമം, രാമക്ഷേത്രം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന ജനസംഖ്യാ അനുപാതവുമായി ബന്ധപ്പെട്ട വിഷയവും RSS ഉയർത്തിയതാണ്. അതെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. സ്മൃതി, BJP പ്രതിനിധിയുടെ വളരെ ചെറിയ ഒരു 2 ചോദ്യങ്ങൾ മാത്രം. ഒന്ന്, 182 അടിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിമയുണ്ടല്ലോ സർദാർ വല്ലഭായ് പട്ടേലിലെ. സർദാർ വല്ലഭായ് പട്ടേൽ നുണ പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 2 എന്ന് പറയുന്നത്, ജിന്നയുടെ കീഴിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടനയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ശ്രീ ജയസൂര്യ, പെട്ടെന്ന് പറയാമെങ്കിൽ സമയം കുറവാണ്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചത് BJP ആണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർദാർ വല്ലഭായ് പട്ടേൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുതാര്യവും സുവ്യക്തവുമായ കാര്യങ്ങളുണ്ട്. അതാണ്. എന്താണ് ചോദ്യം? എന്താണ് പട്ടേൽ നുണ പറയുമോ എന്നാണ് ചോദിച്ചത്. പട്ടേൽ നുണ പറയുമോ? പട്ടേൽ നുണ പറയാൻ സാധ്യതയില്ല. ഓക്കെ, എന്നാ ശരി. ഇതിനു അടുത്ത ചോദ്യം. നുണ പറയില്ല. എന്നാൽ നുണ പറയാൻ സാധ്യതയില്ലാത്ത പട്ടേൽ പറഞ്ഞത് നമ്മളൊന്ന് കേൾക്കണമേ. 1948 ഫെബ്രുവരി 27 ശ്യാമപ്രസാദ് മുഖർജിക്ക് അയച്ച കത്തിനകത്ത് പട്ടേൽ 1948 ജൂലൈ 18 ശ്യാമപ്രസാദ് മുഖർജിക്ക് അയച്ചതും ഈ ഫെബ്രുവരി 27 നെഹ്റുവിന് അയച്ച കത്തിലും പട്ടേൽ കൃത്യമായി പറയുന്നു, RSSും ഹിന്ദു മഹാസഭയും ഗാന്ധി വധത്തിന് ശേഷം പലയിടങ്ങളിലായി ആഘോഷം നടത്തിയെന്ന്. നിങ്ങൾക്ക് പങ്കില്ലാത്ത ഒന്നിൻ്റെ, രാജ്യത്തിന്റെ പിതാവ് മരിച്ചൊരു ദിനത്തിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചിരുന്നത്? 2, വളരെ കൃത്യമായി ശ്യാമപ്രസാദ് മുഖർജിക്ക് എഴുതിയ കത്തിൽ പട്ടേൽ പറയുന്നു, RSSും ഹിന്ദു മഹാസഭയും ചേർന്നാണ്, 2 പേരും ചേർന്നാണ് ഗാന്ധി വധത്തിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതെന്ന് വളരെ കൃത്യമായി കൊണ്ട് ആർക്കൈവൽ റെക്കോർഡുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. 2, തുടർച്ചയായിക്കൊണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ആ കാലത്തെ ജിന്നയുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനയെ വർഗീയ സംഘടനകൾ എന്ന് വിളിക്കുന്ന ഇവർ ഒരു മറുപടി കൂടി പറയേണ്ടതായിട്ടുണ്ട്. സിന്ധിൽ, ബംഗാളിൽ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിഷനുകൾക്കകത്ത് എന്തിനാണ് ഇതേ ജിന്നയുടെ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ ഹിന്ദു മഹാസഭക്കാർ ഭരണം കൈയാളിയതെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഈ പറയുന്ന സംഘടനയെ വർഗീയ സംഘടന എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഗീയ സംഘടന എന്നുള്ള ലേബിൾ അല്ലാതെ വേറെ ഒന്നും ചേരുന്നില്ല എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ചരിത്രമാണ് ഈ പറയുന്നത്. വ്യക്തിപരമായി ഇൻഡിവിജ്വൽസ് പങ്കെടുത്തതല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഹോം ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡുകളിൽ എവിടെയെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്ന ഒരു സ്ഥലമുണ്ട്. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലും, പ്രത്യേകിച്ച് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനകത്ത് RSSന്റെ ആളുകൾ പങ്കെടുക്കരുതെന്ന് RSS യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾ ആശ്വസിക്കുന്നുവെന്നും ബ്രിട്ടീഷ് ഹോം ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി നിങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ബ്രിട്ടീഷുകാർ നിങ്ങളെ നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്യത്യസ്തങ്ങളായ സാംസ്കാരിക സംഘടനകളെ, വ്യത്യസ്തങ്ങളായ പത്രങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ നിരോധിച്ചെങ്കിലും ഒരു ഘട്ടത്തിലും നിരോധിക്കപ്പെട്ടില്ല. നിങ്ങൾ നിരോധിക്കപ്പെട്ടത് ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിന്റെ പേരിൽ ബ്രിട്ടീഷുകാരല്ല നിങ്ങളെ നിരോധിച്ചത്. ഗാന്ധി വധത്തിന് ആക്കം കൂട്ടിയതിന്റെ പേരിലാണ് നിങ്ങൾ നിരോധിക്കപ്പെട്ടതെന്ന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.